ദിസ് ഈസ് മീ ഫാത്തിമ നെഹ്ല ഫ്രം നൊമാറ്റോ എ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പുതിയൊരു വീഡിയോ വന്നിട്ടുള്ളത് നമ്മുടെ മൈബിസ് ഡോട്ട് ഓൺലൈനിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ആ ഫോം സബ്മിഷനിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ലീഡിനെ CRM സ്റ്റേജിലേക്ക് ആഡ് ചെയ്യാം. ഓട്ടോമേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഒരു ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ നമുക്കൊരു ഫോം ക്രിയേഷൻ വേണ്ടിയിട്ട് ലീഡ് ജനറേഷൻ ഓപ്ഷനിലാണ് ഫോം ക്രിയേഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫോംസ് ഉള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറെ ഫോംസ് ഇവിടെ കാണാം. നമുക്കിവിടെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഫോം കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ടെംപ്ലേറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ഫോംസ്, ഇവിടെ ലീഡ് ക്യാപ്ചർ ഫോം, കോൺടാക്ട് ഫോം, അങ്ങനെ മൾട്ടിപ്പിൾ ഫോംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് എൻക്വയറി എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നെയിം, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനും അവരുടെ പ്രൊഫഷൻ, പ്രോപ്പർട്ടി ടൈപ്പ്, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാണ്ടോ ഓരോ ബിസിനസ് ഫീൽഡിനനുസരിച്ചിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. റെസ്റ്റോറന്റ് റിസർവേഷൻ, വെബിനാർ രജിസ്ട്രേഷൻ, കൺസൾട്ടേഷൻ, ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്പിൾ ടെംപ്ലേറ്റ്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾക്ക് ബ്യൂട്ടി സലൂൺ അപ്പോയിന്റ്മെന്റ്, അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി നമുക്കിത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതല്ലാതെ നമുക്കിവിടെ ഓൾ ഫോംസിൽ വരുമ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ക്രിയേറ്റ് കൊടുത്തിട്ട് നമുക്ക് കസ്റ്റമായിട്ട് ഫോം ക്രിയേറ്റ് ചെയ്യാം. ടെംപ്ലേറ്റ്സ് എടുക്കാം. AI ബിൽഡർ, നമ്മളൊരു AIയോട് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഫോം വേണ്ടത്, എന്തൊക്കെ തീമാണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്, അതൊക്കെ ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് AI ബിൽഡറിലൂടെ നമുക്ക് ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഫോം നെയിം കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ലീഡ് കളക്ഷൻ ഒരു നെയിം ഇവിടെ കൊടുക്കുകയാണ്. നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടുന്ന ഫീൽഡുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് സെറ്റിംഗ്, സബ്മിഷൻ, അനലിറ്റിക്സ്, നമുക്കിവിടെ മൾട്ടിപ്പിൾ സ്റ്റെപ്പ് ആയിട്ട്, അതായത് ഒരു ഫോം അതിനകത്ത് നെക്സ്റ്റ് ഒരു ഫീൽഡും കൂടെ നമുക്കൊരു അടുത്തൊരു ഫോമിൽ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഒരു സിംഗിൾ ഫോം ആയിട്ട് എടുക്കാം, മൾട്ടിപ്പിൾ ഫോം ആയിട്ടും ഒക്കെ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെയൊക്കെ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇത് നമുക്ക് വരുന്നത് സബ്മിറ്റ് ബട്ടൺ ആണ്. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ ഫീൽഡുകൾ ആവശ്യമുണ്ട്, ഫസ്റ്റ് നെയിം ആവശ്യമുണ്ടോ, ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് നെയിം ആവശ്യമുണ്ടോ, ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ഫോൺ നമ്പർ കളക്ട് ചെയ്യാനായിട്ട് ഫോൺ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് നെയിമും ഫോൺ നമ്പറും ഒക്കെ എപ്പോഴും റിക്വയർഡ് ഫീൽഡ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ കസ്റ്റമറിന്റെ ഒരു ലീഡ് കളക്ഷൻ ആണ്. അപ്പൊ അത് നമുക്ക് ഇതിൽ ഇവിടെ വരുമ്പം നമുക്ക് അവരുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് മൾട്ടിപ്പിൾ ഡ്രോപ്പ് ഡൗൺ ആയിട്ടോ സിംഗിൾ ഡ്രോപ്പ് ഡൗൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരു റേഡിയോ ബട്ടൺ, ഇപ്പൊ മെയിൽ ആൻഡ് ഫീമെയിലിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ജെൻഡർ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ബട്ടന്റെ നെയിം ഇവിടെ നമുക്ക് സബ്മിറ്റ് എന്നുള്ളത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ലേബൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, ഇവിടെ നിങ്ങൾക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ടെക്സ്റ്റ്, HTML കോഡ് ആഡ് ചെയ്യാനാണെങ്കിൽ ക്യാപ്ച, നമ്മൾ കാണാലോ ക്യാപ്ച കൊടുക്കുന്നത്, അതുപോലെ TNC കണ്ടീഷൻ അപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കുന്നത്. കസ്റ്റം ഫീൽഡ് ആയിട്ട് നമുക്കിപ്പോൾ ഇതിലൊന്നും ഇല്ലാത്ത ഫീൽഡ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കസ്റ്റം ഫീൽഡ് ആയിട്ട് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് മൾട്ടി ലൈൻ, ഇപ്പൊ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ സിംഗിൾ ലൈൻ, മൾട്ടി ലൈൻ, ടെക്സ്റ്റ് ബോക്സ് ലിസ്റ്റ്, അപ്പൊ നമുക്കൊരു ലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ഐഡിയ ഉണ്ടാവും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ രീതിക്ക് നിങ്ങളുടെ കസ്റ്റമറുടെ ഡാറ്റ കളക്ട് ചെയ്യണം അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റൈൽസ് ആൻഡ് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ഒരു ഫോമിന്റെ കളേഴ്സ്, കാര്യങ്ങൾ, സ്റ്റൈല് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കളേഴ്സ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. കാർഡ് ബോർഡർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ബോർഡർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓരോ കളേഴ്സ് സെലക്ട് ചെയ്ത് കാണിച്ചതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നിങ്ങളുടെ ലോഗോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബ്രാൻഡ് കളറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോമിന്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള എനാബിൾ മൾട്ടി സ്റ്റെപ്പ്, അതായത് നമുക്കൊരു മൾട്ടിപ്പിൾ ഫോം ആയിട്ട് ഇവിടെ ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കലക്ട് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ ഒരു എന്ത് കൊടുക്കാണ്, അടുത്തൊരു ഫോം കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ വേണം. അതായത് ഒരു കുറച്ചൊരു എക്സ്പ്ലെയിൻ അബൌട്ട് യുവർ സെൽഫ്. അപ്പൊ നമുക്ക് ആ ഒരു കസ്റ്റമറിന്റെ ഇൻഫർമേഷൻ കുറച്ച് അവരെ എന്തെങ്കിലും അവരെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് അത് കൊടുക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയന്റ് അനുസരിച്ചിട്ട് എന്തൊക്കെ ഫീൽഡ് മീൻസ് ഒരു അഡീഷണൽ ഒരു പേജ് കൂടെ കൊടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത് പോലെയാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് അവിടുന്ന് സബ്മിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമറിനെ കുറിച്ചിട്ടുള്ള അവരെ കുറിച്ച് ടെല്ലസ് അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടൊരു ലേബൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ ജോബ് ഡീറ്റെയിൽസ്, അങ്ങനെ എന്താണ് അവരെല്ലാം ബിസിനസ് ഡീറ്റെയിൽസ്, അപ്പൊ അവരെ
അവരെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കോളം കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഒരു ഫയൽ, ഇപ്പം നമ്മളൊരു സ്റ്റുഡൻസിന്റെ സിവിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ജോബിന്റെ കാര്യത്തിലൊക്കെ ഒരു CV കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ CV അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ ഇവിടെ നമുക്ക് ഡ്രോപ്പ് എ ഫയൽ ഓർ ക്ലിക്ക് ഹിയർ ടു ബ്രൗസർ. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ഫീൽഡുകൾ നമ്മൾ പല ഫോമിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ് പേർപ്പസിന് ആവശ്യമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു എഡ്യൂക്കേഷണൽ ഫീൽഡ് ആണെങ്കിൽ സ്റ്റുഡൻസിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഈ ഫയൽ കോളം കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് അവരോട് CVയോ അല്ലെങ്കിൽ എന്താണ് ഡീറ്റെയിൽസ് ഫയല് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയാം. ഇവനൊരു ഇമേജ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു പിക്ചർ എന്തെങ്കിലും നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഒരു ഫയൽ ടൈപ്പിൽ ഒരു ഡോക്യുമെന്റ് ടൈപ്പിൽ വരുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് വെച്ചിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫീൽഡ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇവിടെ സേവ് കൊടുക്കാം. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വേറെ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ താഴോട്ട് വന്ന് നോക്കുകയാണെങ്കിൽ വാലിഡേഷൻ റൂൾസ് ഉണ്ട്, മിനിമം ലെങ്ത്, മാക്സിമം ലെങ്ത്, റെജക്ട്സ് പാറ്റേൺ, പിന്നെ കണ്ടീഷണൽ ലോജിക്. അതായത് ഈ ഫോം ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇവിടെ നമുക്ക് വരുന്ന ഫസ്റ്റ് ഫീൽഡിൽ കൊടുത്തിട്ടുള്ള ഒരു കണ്ടീഷന്റെ ബേസിൽ മാത്രം നമുക്ക് ഈ ഒരു സെക്കൻഡ് ഫോം കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഷോ ഈഫ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഹൈഡ് ഈഫ് എന്ന് പറയുന്നത് നമുക്ക് 2 ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്കിപ്പം ഇവിടെ നമുക്ക് റേഡിയോ ബട്ടൺ വരികയാണ്. അപ്പൊ ഇവിടെ റേഡിയോ ബട്ടൺ വരുമ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് എന്താണ്, ഓപ്ഷൻ 1 ആണോ ഓപ്ഷൻ 2 ആണോ ഏത് ഓപ്ഷനാണ് അതിന്റെ ബേസിൽ മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കുക, അല്ലാതെ നമുക്ക് ഹൈഡ് ചെയ്യിക്കാം. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഇതിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഇവിടെ ഇപ്പൊ വരുമ്പോൾ സിസ്റ്റം ഡെസ്ക്ടോപ്പ് വ്യൂ ആണ്. ഇവിടെ നമുക്ക് മൊബൈൽ വ്യൂയിലേക്ക് നമുക്ക് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഈ ഒരു രീതിക്കൊക്കെ നമുക്ക് ഇവിടെ ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് വെച്ചിട്ട് ലാബിൽ സജസ്റ്റ് ചെയ്യുക, പ്ലേസ് ഓർഡേഴ്സ്, വാലിഡേഷൻ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ അസിസ്റ്റ് വിത്ത് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് ലൈവ് ആക്കാനായിട്ട് ഇതിവിടെ പബ്ലിഷ് ചെയ്യാം. ഇവിടെ പബ്ലിഷ് ഓപ്ഷൻ ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. പബ്ലിഷ് ഫോം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഫോമിന്റെ ലിങ്ക് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പൊ ആ ഒരു ഫോമിന്റെ ലിങ്ക് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോം നമുക്ക് ലൈവായിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഫോണ്, റേഡിയോ ബട്ടൺ. അപ്പൊ നമ്മൾ അവിടെ റേഡിയോ ബട്ടൺ ആയിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഞാൻ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കളേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ റേഡിയോ ബട്ടന്റെ നെയിം ഒന്ന് ഇവിടെ മാറ്റി കൊടുക്കാം. നമുക്കിവിടെ ജെൻഡർ എന്ന് കൊടുക്കാം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുകയാണ്. ദെൻ നമുക്കിവിടെ ഓപ്ഷൻസ് കാര്യങ്ങൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓപ്ഷൻ 1 മെയിൽ, ഫീമെയിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഫോൺ നമ്പർ, നമുക്ക് ഇമെയിൽ ആവശ്യമുണ്ടെങ്കിൽ ഇമെയിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സേവ് ചെയ്ത് കൊടുത്താൽ മതി. തന്നെയാണ് ഒന്നുകൂടെ ഈ ഒരു ഫോം ഇവിടെ കോപ്പി ചെയ്യണം. ലിങ്ക് ഇവിടെ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും നമുക്ക് ഇത് ഡിസ്പ്ലേ ചെയ്യിക്കുക എന്നുള്ളത്. നമ്മുടെ ഫോം കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാണ്. ജസ്റ്റ് ഒരു സാമ്പിൾ നമ്പർ ഇവിടെ കൊടുത്തതാണ്. ഇവിടെ കൊടുത്തു. ദെൻ നെക്സ്റ്റ് കൊടുക്കാണ്. നമുക്കിവിടെ മൾട്ടി ലൈൻ ഒരു ഓപ്ഷൻ ഇവിടെ വരും. അപ്പൊ നമുക്കിതിവിടെ റിക്വയർഡ് ഫീൽഡ് അല്ല, ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്കിതിവിടെ സബ്മിറ്റ് ചെയ്ത് ഇത് സബ്മിഷൻ കൊടുത്തു. ഇനി നമുക്കിവിടെ ഫോം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങൾ, കോണ്ടാക്ട് ഹാൻഡ്ലിങ്, ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻ, ഇതിന്റെ കംപ്ലീറ്റ്ലി ട്രാക്കിങ് കാര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഇതിന്റെ URL സ്ലഗ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഇതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡൊമൈൻ ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് ഇത് ഇവിടെ വരുന്നത്. ഇത് ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഈ ഒരു സ്ലഗ് ആണ്. അതായത് നമ്മൾ ഡൊമൈൻ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഇവിടെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ സബ്മിഷൻ എന്ന് വെച്ചാൽ ഞാനിപ്പോ ഇവിടെ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിലൂടെ അനലിറ്റിക്സ്, എത്ര ആൾക്കാർ ഈ ഫോം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, എത്ര ആൾക്കാർ ഇത് വ്യൂ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഡിവൈസിലാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ലൊക്കേഷനിലാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു അനലിറ്റിക്സ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ കസ്റ്റമായിട്ട് ചെയ്ത ഒരു ഫോം ആണ്. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് എല്ലാം അനലൈസ് ചെയ്യാനും അതിന്റെ സബ്മിഷൻസ് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനും ഇവിടെ നമുക്ക് പറ്റും. നമുക്കിതിവിടെ ലൈവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോം ലൈവ് ആയിട്ട് ഓപ്പൺ ആയി വരുന്ന ഓപ്ഷൻ ഇവിടെയും ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ എംബഡ് ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു എംബഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡയറക്റ്റ് URL, അതുപോലെ തന്നെ ഐഫ്രെയിം എംബഡ്, നമുക്കിപ്പം ഒരു വെബ്സൈറ്റിലേക്ക് നമുക്കൊരു ഐഫ്രെയിം ആയിട്ട് നമ്മൾ ഇത് ലിങ്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇവിടുന്ന് കോപ്പി ചെയ്ത് ഡയറക്റ്റ് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു എക്സ്റ്റേണൽ വെബ്സൈറ്റിലേക്ക് ഈ ഫോം ആഡ് ചെയ്യാനായിട്ട്. നമുക്ക് ഇൻലൈൻ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്, പോപ്പ് മോഡല്, അതുപോലെ നേറ്റീവ് കോഡ്, ഇതിന്റെ കംപ്ലീറ്റ് HTML CSS കോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കോഡ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് കോപ്പി ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും.
അപ്പൊ ആ ഒരു ഓപ്ഷനാണ് ഇവിടെ എംബഡിൽ വരുന്നത്. അപ്പൊ ഈ ഒരു ഫോം ക്രിയേഷന്റെ കംപ്ലീറ്റ് ഒരു ഓവർവ്യൂ, ഇതിനകത്തുള്ള ഓപ്ഷൻസ്, കാര്യങ്ങൾ, സെറ്റിംഗ്സ്, അനലിറ്റിക്സ് കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഇവിടെ സ്റ്റൈൽ ആൻഡ് ഓപ്ഷൻസിൽ വരുന്നത്, ഇതൊക്കെ ഞാൻ ഇവിടെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫീൽഡുകളും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൗണിലേക്ക് എന്തൊക്കെ ഓപ്ഷൻ വേണം ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ചെക്ക് ബോക്സിൽ എന്തൊക്കെ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടൺ, നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടണിന് പകരം നിങ്ങൾക്ക് എൻക്വയറി ബട്ടണോ അതിന്റെ ചേഞ്ച് കാര്യങ്ങൾ, അതിനൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ടീമിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്കിപ്പോൾ ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇപ്പൊ അവര് ഓൺലൈൻ ത്രൂ അല്ലാതെ സബ്മിഷൻ ചെയ്യുന്നതല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് വരുന്ന കസ്റ്റമർ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ CRMലേക്ക് ആഡ് ചെയ്യാനായിട്ടാണെങ്കിലും ഈ ഒരു ഫോം നിങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സബ്മിറ്റഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണോ സബ്മിറ്റ് ചെയ്തത് അവരുടെ ഒരു കോളം നിങ്ങൾക്ക് കൊടുക്കാം. കസ്റ്റമറുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓരോ ഫീൽഡും നിങ്ങളുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയതാണ്. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ കംപ്ലീറ്റ്ലി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര ഫോംസ് വേണമെങ്കിലും ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോമാണ്. ഇത് ഞാൻ ഒന്നുകൂടി ഇവിടെ സേവ് എന്ന് കൊടുക്കുന്നുണ്ട്. നമുക്കിത് പുറകിൽ പോയി നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അപ്പൊ ഇതിവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് ലീഡ് കളക്ഷൻ എന്നുള്ള ഫോമും. നമുക്ക് ഇവിടെ ആക്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, ഫോൾഡറിലേക്ക് മൂവ് ചെയ്യാം, ലിങ്ക് കോപ്പി ചെയ്യാം, അതുപോലെ തന്നെ എംബഡഡ് കോഡ് നമുക്ക് കോപ്പി ചെയ്യാം. ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് എത്ര ഫോംസ് വേണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഓൾറെഡി കുറച്ച് ഫോംസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെംപ്ലേറ്റ് എന്നാണെങ്കിൽ ഓൾറെഡി കാണിച്ചു തന്ന ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് മൾട്ടി സ്റ്റെപ്പ് ആയിട്ടാണെങ്കിലും സിംഗിൾ ഫോം ആയിട്ടാണെങ്കിലും ഒക്കെ ഫോം നിങ്ങൾക്ക് ഇതിൽ വളരെ ചെറിയ സ്റ്റെപ്സിലൂടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ഫോമിലൂടെ നിങ്ങൾക്ക് ഓട്ടോമേഷനിലേക്ക് നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഓട്ടോമേഷൻ, അതായത് ഇൻബിൽട്ട് ആയിട്ട് വർക്ക് ഫ്ലോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോം നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ജസ്റ്റ് ഒന്ന് ലോഡിംഗ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമേഷനിൽ വരുമ്പോൾ ഇവിടെ ഓട്ടോമേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഫ്ലോസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വർക്ക് ഫ്ലോയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആ ഫോമിനെ നമുക്ക് ആക്സസിബിൾ ആണ്. അവിടെ നമുക്ക് ആ ഒരു ഫോമിന്റെ അത് ഡാറ്റ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മുടെ CRMലോട്ട് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഫ്ലോ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ഈ ട്രിഗറിൽ ഫോം ഓർ ലീഡ് ഇവന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കോൺടാക്ട് ക്രിയേറ്റഡ്, കോൺടാക്ട് ടാഗ്, ഇങ്ങനെ കുറെ ട്രിഗേഴ്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് ഫോം സബ്മിഷനിലാണ്. അപ്പൊ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോം ഏതാണ് അതിവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് ഫോം സബ്മിഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫ്ലോ ആക്ടിവേറ്റ് ചെയ്യണം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലീഡ് കളക്ഷൻ എന്നുള്ള ഫോം തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഒരു ഫോം സബ്മിഷൻ ചെയ്തിട്ട് വരുന്ന ലീഡ്സിന്റെ ഡീറ്റെയിൽസ് CRMലെ ഏത് പൈപ്പ് ലൈനിലാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആക്ഷൻ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്രിയേറ്റ് ഓർ അപ്ഡേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ഓർ അപ്ഡേറ്റ് ഓപ്പർച്യൂണിറ്റി. ഇനി നമുക്ക് ആ കോൺടാക്റ്റിനെ ആ ഒരു ലീഡിന്റെ ഇൻഫർമേഷൻ നമുക്ക് ഏത് പൈപ്പ് ലൈനിലോട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ടെസ്റ്റിംഗ് പൈപ്പ് ലൈനാണ് നമുക്ക് ഇവിടെ നിലവിലുള്ളത്. അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇവിടെ വരുന്നത് ഇനി ഏത് സ്റ്റേജിലോട്ടാണ്. ഇപ്പോൾ ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്. ഇനി നമുക്ക് ന്യൂ ലീഡാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതിലേക്ക് നമുക്കിത് ഈ ന്യൂ ലീഡ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഇതിവിടെ നമുക്ക് സേവ് ചെയ്തു. ഇവിടെ നമ്മൾ സേവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫോം സബ്മിഷൻ വരുമ്പോൾ അതിൽ വരുന്ന ഇൻഫർമേഷൻ നമുക്ക് CRMലോട്ടേക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. ഇനി നമുക്കിത് ഇവിടെ എനാബിൾ ചെയ്ത് കൊടുക്കാം. പബ്ലിഷ് ചെയ്തു. നമുക്കിവിടെ വർക്ക് ഫ്ലോയുടെ ഒരു നെയിം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലീഡ് ക്യാപ്ചറിന് കൊടുക്കുന്നുണ്ട്. ഇവിടെ ക്യാപ്ചറിന് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഈ ഒരു വർക്കിംഗ് എങ്ങനെയാണ് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഫോം ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നുകൂടി നമുക്കിത് ഇവിടെ സബ്മിഷൻ ഇവിടെ ചെയ്ത് നോക്കാം. ഇവിടെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു നമ്പർ, ജസ്റ്റ് ഒരു ഡെമോക്ക് വേണ്ടി ഒരു നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നമ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുത്ത് ഇത് സബ്മിറ്റ് ചെയ്യാം. ഇതിവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ CRMലോട്ട് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. CRMലോട്ട് നമുക്കിത് ആഡ് ചെയ്ത് വരുന്നതാണ്. ഇവിടെ നമ്മുടെ ടെസ്റ്റിംഗിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ലീഡ് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ന്യൂ ലീഡ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് ഇവിടെ ക്യാപ്ചർ ആയിട്ടുണ്ട്. അപ്പൊ
അപ്പൊ ഈ ഒരു രീതിക്കാണ് നമുക്കൊരു ബേസിക് ലീഡ് ക്യാപ്ചറിങ് ഓട്ടോമേഷൻ ഇവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതൊരു ഫോം സബ്മിഷൻ വരുമ്പോൾ അതെങ്ങനെ ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് CRM-ലോട്ടേക്ക് ആഡ് ചെയ്യാം, അതിനുള്ള ഫ്ലോ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും കൂടെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഫോമിന്റെ അകത്ത് വരുന്ന ഡീറ്റെയിൽസ് എങ്ങനെ CRM-ലോട്ട് ക്യാപ്ചർ ചെയ്യും, നിങ്ങൾക്ക് ഡയറക്റ്റ് വരുന്ന എൻക്വയറീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു കോളിലൂടെ വരുന്ന എൻക്വയറി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് വാട്സപ്പിലേക്കാണെങ്കിലും അവരുടെ ഇൻസ്റ്റാഗ്രാം DM-ലേക്കാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോം കൊടുത്തിട്ട് അവർ എൻക്വയറി ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിലേക്ക് എൻക്വയറി ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് CRM-ൽ ക്യാപ്ചർ ആവും. ദെൻ നിങ്ങൾക്ക് അവർക്ക് ഇനി ഓട്ടോമേറ്റഡ് മെസ്സേജസ് അയക്കാം. അങ്ങനെയൊക്കെയുള്ള ഫ്ലോസ് കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങളും ഇതുപോലെ ഒരു ഫോം ക്രിയേഷൻ ചെയ്ത് അതിന്റെ ഒരു ബേസിക് ഓട്ടോമേഷൻ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ഇതിൽ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ട് കാര്യങ്ങളും നമ്മൾ തരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.